ഏതായാലും സമയം ഉച്ചയോടടുക്കുമ്പോൾ തന്നെ ആർക്കും ഒരു ക്ഷീണമില്ല. എല്ലാവരും പക്ഷേ എനിക്ക് തോന്നുന്നു ഭക്ഷണമടക്കം വേണ്ടാന്ന് വെച്ച് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. ഏതായാലും ഈ ഒരു ഉച്ച സമയത്തോട് അടുക്കുമ്പോഴുള്ള ഒരു ലീഡ് നിലവിൽ UDFന് 102 സീറ്റും LDF 36 സീറ്റും NDA 2 സീറ്റ്. തുടക്കത്തിലൊക്കെ തന്നെ പുറകിലേക്ക് പോയ ചാത്തന്നൂരിലാണ് NDA മുന്നേറുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. ചാത്തന്നൂർ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് സീറ്റ്. ഒപ്പം തന്നെ 102 സീറ്റിലേക്ക് UDF എത്തി. അതായത് പലപ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ള ആ മാജിക് നമ്പർ VD സതീശൻ 100 സീറ്റ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 100 സീറ്റ് കടന്ന് 102 സീറ്റിലേക്ക് ഇപ്പോൾ UDFന്റെ ഒരു സീറ്റ് നില ഉയർന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. പയ്യന്നൂർ V കുഞ്ഞികൃഷ്ണൻ UDF സ്ഥാനാർത്ഥി 7487 വോട്ടുകൾക്ക് ജയിച്ചു. ഷൊർണൂർ P മമ്മിക്കുട്ടി LDF 16517 വോട്ടുകൾക്ക് ജയിച്ചു. പാല മാണി സി കാപ്പൻ UDF അദ്ദേഹം ജയിച്ചു. തൃശൂർ രാജൻ ജെ പലൻ UDF 26803 സീറ്റുകൾ ജയിച്ചു. കൽപ്പറ്റ അഡ്വക്കേറ്റ് T സിദ്ദിഖ് 45031 വോട്ടുകൾക്ക് ജയിച്ചു. വൈക്കം K ബിനിമോൻ UDF 441 വോട്ടുകൾക്ക് ജയിച്ചു. വടക്കാഞ്ചേരി സേവ്യർ ചിറ്റിലപ്പള്ളി 5690 വോട്ടുകൾക്ക് ജയിച്ചു. ചവറ ഷിബു ബേബി ജോൺ 18573 വോട്ടുകൾക്ക് ജയിച്ചു. ഇനി മറ്റുള്ള മണ്ഡലങ്ങളിൽ കോന്നി LDF മുന്നിലാണ് 853 വോട്ടുകൾക്ക്. കാസർഗോഡ് കലണ്ട്ര മാഹിൻ ഹാജി ജയിച്ചു. UDF ആണ്. മറ്റുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള ഇപ്പോൾ LDF ജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു സീറ്റ് വോട്ട് നില ഉയർത്തി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതേസമയം തന്നെ UDF സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജയിച്ച് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേർത്തല P പ്രസാദ് അവിടെ മുന്നിൽ നിൽക്കുന്നു. 7087 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. മാവേലിക്കരയും ചെങ്ങന്നൂരും LDF മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിൽ മാവേലിക്കര MS അരുൺകുമാർ 12375 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ചെങ്ങന്നൂർ നമ്മുടെ മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലം, അദ്ദേഹം 7092 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴും എല്ലാ റൗണ്ടും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറിയ ഭൂരിപക്ഷത്തിൽ നിലവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ഉയരാനും അതുപോലെ തന്നെ കുറയാനുമുള്ള സാധ്യതയുണ്ട്. കോന്നിയിൽ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ മുന്നിലാണ് 851 വോട്ടുകൾക്കാണ്. കൊട്ടാരക്കര മന്ത്രി നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ 467 വോട്ടുകൾക്കാണ് മുന്നിൽ. വെറും 467 വോട്ടുകളാണ്. അപ്പോൾ അവിടെ മറ്റുള്ള റൗണ്ട് കൂടി എണ്ണി വരുമ്പോൾ ഒരുപക്ഷെ 467 മാത്രമായതിനാൽ അദ്ദേഹം പുറകിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ജയിച്ചു. 16380 വോട്ടുകൾക്കാണ് ജയിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരും ജയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇനി വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട് ഈ 4 മണ്ഡലത്തിലും LDF ആണ് മുൻപിൽ നിൽക്കുന്നത്. വർക്കല അഡ്വക്കേറ്റ് V ജോയ്, ആറ്റിങ്ങൽ OS അംബിക, ചിറയൻകീഴ് മനോജ് B ഇടമന, നെടുമങ്ങാട് GR അനിൽ ഇവരാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിൽ നെടുമങ്ങാട് മന്ത്രിയായിട്ടുള്ള GR അനിൽ അദ്ദേഹം വോട്ട് തുടങ്ങിയിട്ടുള്ള പോസ്റ്റൽ വോട്ട് മുതൽ പിന്നീട് EVM വഴിയുള്ള വോട്ട് തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. അതിൽ യാതൊരു മാറ്റവുമില്ല. പിന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് 1106 വോട്ടുകൾക്ക്. വട്ടിയൂർക്കാവ് അഡ്വക്കേറ്റ് VK പ്രശാന്ത് 10 വോട്ടുകൾക്കാണ് മുന്നിൽ. വെറും 10 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. അരുവിക്കര അഡ്വക്കേറ്റ് G സ്റ്റീഫൻ LDF 2451 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. പാറശാല CK ഹരീന്ദ്രൻ LDF 9327 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ 4573 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഏകദേശം 4000-നടുത്ത വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. മറ്റുള്ള മണ്ഡലം മഞ്ചേശ്വരത്തും UDF മുന്നിലോട്ട് പോയിട്ടുണ്ട്. അവിടെ AKM അഷ്റഫാണ് മുന്നിൽ 24609 വോട്ടുകൾക്കാണ്. കാസർഗോഡും UDF ജയിച്ചു. അവിടെ ഉദുമയിലും UDF ജയിച്ചു. കാഞ്ഞങ്ങാട് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ LDF സ്ഥാനാർത്ഥി അദ്ദേഹം മുന്നിലാണ്. തൃക്കരിപ്പൂർ സന്ദീപ് വാര്യർ ഇപ്പോൾ മുന്നിലുണ്ട് 3254 വോട്ടുകൾക്കാണ്. പലപ്പോഴും പിന്നിലേക്ക് പോയിരുന്നു. പക്ഷേ സന്ദീപ് വാര്യർ വീണ്ടും മുന്നിലേക്ക് വന്നിട്ടുണ്ട്. 3254 വോട്ടുകൾക്കാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ മുന്നിൽ നിൽക്കുന്നത്. ഇനി കണ്ണൂരിൽ ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, പേരാവൂർ
ക്ഷമിക്കണം, മട്ടന്നൂർ, ഈ 4 മണ്ഡലങ്ങളിലും, അതായത് ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, ഈ 4 മണ്ഡലങ്ങളിലും LDF മുന്നേറ്റമാണ്. അതിൽ പിണറായി വിജയന്റെ മണ്ഡലമാണ് ധർമ്മടം. അദ്ദേഹം അവിടെ 7111 വോട്ടുകൾക്കാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. തലശ്ശേരി കാരായി രാജൻ 19,043 വോട്ടുകൾക്ക്, കൂത്തുപറമ്പ് PK പ്രവീൺ 6,379 വോട്ടുകൾക്കും, മട്ടന്നൂർ VK സനോജും 10,000 മുകളിൽ വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിലടക്കം വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനായിരുന്നു തീ കൊളുത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MP ഗോവിന്ദൻ്റെ ഭാര്യ, അവിടെ ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വലിയ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതിൽ നിന്ന് TK ഗോവിന്ദൻ അദ്ദേഹം പിന്നീട് മത്സരിച്ചു. അദ്ദേഹം ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യാൻ ഭാര്യയോടൊപ്പം എത്തിയപ്പോഴൊക്കെ തന്നെ കൂക്കി വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ മറ്റുണ്ടായിരുന്ന പാർട്ടിയിലെ സഖാക്കളടക്കം അദ്ദേഹത്തെ വരവേറ്റത്. ഏതായാലും അവിടെയാണ് ഇപ്പോൾ TK ഗോവിന്ദൻ മുന്നേറുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ച. ഏതായാലും VD സതീശൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു മാജിക് നമ്പറായിട്ടുള്ള 100 ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. 100-100-ലധികം സീറ്റുകൾ 102, 103 എന്നൊക്കെ നിലയിലാണ് ഇപ്പോൾ UDF നിൽക്കുന്നത്. ഇനിയും റൗണ്ട്സ് എണ്ണാനുണ്ട്. ഇതിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഏതൊക്കെ സീറ്റുകളിൽ നിന്ന് UDFന് താഴേക്ക് പോകുമോ അതോ മുകളിലേക്ക് പോകുമോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. അതേസമയം തന്നെ NDA സംബന്ധിച്ച് ഒരു സീറ്റിലേക്ക് വരെ ചുരുങ്ങിയിരുന്നു. അതായത് നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സീറ്റ് മാത്രം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും ചാത്തന്നൂർ ഒരു പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. NDA സംബന്ധിച്ച് 2 സീറ്റാണ് അവിടെ NDAക്കുള്ളത്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ തമിഴ്നാട് DMK 61, ADMK 62, TVK വിജയുടെ 110, അത് മറ്റുള്ള സ്വതന്ത്ര പാർട്ടി ഒരാൾ മാത്രമാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. അതായത് അവിടെയും TVKയുടെ ഒരു തരംഗമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വോട്ടിംഗ് നിലയാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം എല്ലാവരും ഒരു തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വിജയുടെ TVK മത്സരിക്കാനായിട്ട് എത്തിയപ്പോൾ. ഇനി ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് 95, BJP 193, ഇടത് കമ്മ്യൂണിസ്റ്റ് 2, മറ്റുള്ളത് 2 എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്. അസം BJP 98, കോൺഗ്രസ് 26, TMC ഇല്ല, മറ്റുള്ള സ്വതന്ത്ര 2. പുതുച്ചേരിയിൽ കോൺഗ്രസ് 11, NDA 15, TVK ഒന്നുമില്ല, അതർ 3. ഏതായാലും ഈ ഒരു നിലയിലാണ് നിലവിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ട് നില ഉയരുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പല BJP ക്യാമ്പുകളും ഉള്ളത്. ഒപ്പം തന്നെ ഇവിടെ പലയിടത്തും UDF ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കേക്ക് മുറിക്കലും ലഡു വിതരണവും അതുപോലെ തന്നെ നേതാക്കളുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ KPCC അടക്കം വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും നമുക്കൊരു പൂർണ്ണ ചിത്രം ഇപ്പോഴും കിട്ടിയിട്ടില്ല. എത്ര സീറ്റ്, എത്ര ഭൂരിപക്ഷം, ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റു എന്നുള്ളത് അറിയില്ല. എന്നാലും ഏകദേശം ഇപ്പോൾ ആരൊക്കെ ജയിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഔദ്യോഗികമായിട്ട് നമുക്കൊരു പൂർണ്ണ ചിത്രം കിട്ടണമെങ്കിൽ ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാകും ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റു, എത്ര വോട്ടുകൾക്ക് ജയിച്ചു എത്ര വോട്ടുകൾക്ക് തോറ്റു എന്നുള്ള കണക്കുകൾ കൃത്യമായിട്ട് അറിയാം.